വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് ഡിപ്ലോമയുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, CT കമ്പ്യൂട്ടർ ടെക്നോളജി, ഇവർക്കൊക്കെ ഉള്ള ഒരു ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് പവർ മെഷർമെന്റ് യൂസിങ് വാട്ട് മീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ആസ് പെർ സിലബസ് ഇതല്ല നമ്മൾ ചെയ്യേണ്ടതെങ്കിലും നമുക്ക് തുടക്കത്തിൽ ഞാൻ ഇതെടുത്തിട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പവർ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഓംസ് ലായിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. 2-3 ടൈപ്പ് ഓഫ് കണക്ഷൻസ് ഉണ്ട്. കണക്ഷൻസ് എന്ന് പറയുന്നത് പാരലൽ കണക്ഷൻ, സീരീസ് കണക്ഷൻ, സീരീസ് പാരലൽ കോമ്പിനേഷൻ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതില് പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡിഫറന്റ് ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇനി സീരീസ് കണക്ഷൻ ആകുമ്പോഴോ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോ നമ്മൾ പാരലൽ കണക്ഷനിൽ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പവർ കണ്ടുപിടിക്കുകയാണ്. അതോടൊപ്പം തന്നെ AC സപ്ലൈയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഫസ്റ്റ് ഇയറിൽ, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പോൾ AC സപ്ലൈയിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പവർ P = V × I × cos θ എന്നാണ്, cos φ. അപ്പോൾ പവർ P = VI cos φ ആണ്. അപ്പൊ നമുക്ക് 3 ടൈപ്പ് മീറ്റേഴ്സ് ഉണ്ട്: അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ. അതിൽ വാട്ട് മീറ്ററിൽ നമ്മൾ കിട്ടുന്നത് VI cos φ ആണ്. അപ്പൊ ഇതിൽ നിന്നും ഒരു വോൾട്ട് മീറ്ററും ഒരു അമ്മീറ്ററും ഒരു വാട്ട് മീറ്ററും വെച്ചതിന് ശേഷം നമുക്ക് പവർ അല്ലാതെ മെഷർ ചെയ്യുക, അതോടൊപ്പം തന്നെ കോസ് φ ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഓക്കെ, നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം. ഇവിടെ നോക്കുക, AC നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാൻ ന്യൂട്രൽ ഫേസ് N ഉം P യും, പിന്നെ 240 വോൾട്ട് 50 ഹെർട്സ് 1 ഫേസ് AC, സിംഗിൾ ഫേസ് AC സപ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു വോൾട്ട് മീറ്റർ 250 വോൾട്ട് MI. എന്താണ് ഈ MI എന്ന് പറയുന്നത്? മൂവിങ് അയൺ എന്നാണ്. അതായത് AC സപ്ലൈയെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് മൂവിങ് അയൺ മീറ്റേഴ്സ്. അത് DC സപ്ലൈ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് ആക്യുറസി ഉണ്ടാവത്തില്ല. അതേസമയം ഇപ്പോൾ DCക്ക് വേണ്ടിയിട്ട് MC മൂവിങ് കോയിൽ മീറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്റെ തന്നെ 2-3 വീഡിയോസിൽ അതിന്റെ ഡിഫറൻസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നൊക്കെ ഉള്ള ഒരു വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോ ഇവിടെ കാണിക്കുക 250 വോൾട്ട് MI. കാരണം നമ്മൾ 240 വോൾട്ട് കൊടുക്കുന്നുണ്ട്. 250 അതിന് മുകളിലോട്ടുള്ള ഒരു വോൾട്ട് മീറ്റർ തന്നെ നമ്മൾ മെഷർ ചെയ്യണം. വോൾട്ട് മീറ്റർ എപ്പോഴും പാരലായിട്ട് കണക്ട് ചെയ്യണം. ഈ പറയുന്ന എല്ലാം വൈവ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതുപോലെ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാവൂ. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ 5 ആംപിയറിന്റെ ഒരു MI മീറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്ന സാധനമാണ് 250 വോൾട്ട് 5 ആംപിയർ UPF എന്ന് പറഞ്ഞിട്ട് സാധനം. എന്താണ് ഈ UPF? വാട്ട് മീറ്റേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ HPF, അതായത് ഹൈ പവർ ഫാക്ടർ എന്ന് പറയുന്ന സാധനം നമ്മൾ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ UPF-ഉം LPF-ഉം ആണ്. UPF എന്ന് പറഞ്ഞാൽ യൂണിറ്റി പവർ ഫാക്ടർ എന്നാണ്. ഇവിടെ യൂണിറ്റി പവർ ഫാക്ടർ യൂസ് ചെയ്യുന്നത് നല്ല ലോഡ് കൊടുക്കുന്ന സ്ഥലങ്ങളിലാണ്. അതേസമയം LPF അഥവാ ലോ പവർ ഫാക്ടർ നമ്മൾ കൊടുക്കുന്നത് ഈ വൈൻഡിങ് ഒക്കെ വരുന്ന ട്രാൻസ്ഫോമർ, ചെറിയ മോട്ടോർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ LPF ഉപയോഗിക്കുന്നത്. ഓക്കെ, അല്ലാതെ പവർ കുറഞ്ഞതിന് വേണ്ടിയിട്ടല്ല. ഓക്കെ, അതൊക്കെ നമ്മൾ ഹയർ സെമസ്റ്ററിൽ പഠിക്കുന്നതാണ്. എങ്കിലും ജസ്റ്റ് ഒരു ബേസിക് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇനി നമ്മളിവിടെ UPF ഉപയോഗിക്കുന്ന കാര്യം നമുക്ക് അതിനകത്ത് കണ്ടാൽ അറിയാം. 200 വാട്ടിന്റെ ബൾബുണ്ട്, 100 വാട്ടിന്റെ ബൾബുണ്ട്, 60 വാട്ടിന്റെ ബൾബുണ്ട്. ഇതെല്ലാം 240 വോൾട്ട് സപ്ലൈ തന്നെയാണ്. ഇവിടെ സപ്ലൈ നോക്കിയാൽ അറിയാം, നമ്മുടെ ബ്ലാക്ക് വയേഴ്സ് എല്ലാ ലാമ്പിലും കിട്ടിയിട്ടുണ്ട്. അതുപോലെ റെഡ് വയേഴ്സും എല്ലാ ലാമ്പിലും കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാരലൽ കണക്ഷനാണ്. ഓക്കെ, ഇനി നമുക്ക് വാട്ട് മീറ്റർ കണക്ഷനിലേക്ക് പോകാം. വാട്ട് മീറ്ററിലെ 4 ടെർമിനൽസ് നിങ്ങൾ കാണുന്നുണ്ടാവും. M, C, L, V. നോക്കിയാൽ അറിയാം, എമ്മും സിയും, അതായത് മെയിനും കോമണും തമ്മിൽ ഒരു ഷോർട്ടിംഗ് ഉണ്ട്. നമ്മൾ തന്നെ ചെയ്യണം. അത് വാട്ട് മീറ്റർ ഉള്ളതല്ല, നമ്മൾ തന്നെ വയർ ചെയ്യണം. ഇനി V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കോയിലാണ്, ഒരു പ്രഷർ കോയിലാണ്. അത് നമ്മൾ നെഗറ്റീവ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യണം. അതാണ് ആ ബ്ലാക്ക് വയർ പോയിരിക്കുന്നത്. ഇനി L എന്ന് പറഞ്ഞാൽ അത് ലോഡിലേക്ക് പോകാനുള്ളതാണ്. അതാണ് L കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ലാമ്പുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ടാബ്ലർ കോളം പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് വോൾട്ട് മീറ്ററും അമ്മീറ്ററും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ട്, വോൾട്ട് മീറ്റർ റീഡിംഗ് ഇൻറ്റു അമ്മീറ്റർ റീഡിംഗ് എടുത്തിട്ട് ആ കിട്ടുന്ന റീഡിങ്ങിനെ
ഈ വാട്ട് മീറ്റർ റീഡിങ്ങുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പവർ ഫാക്ടറും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാലുള്ളത്. ഒരു പവറും പവർ ഫാക്ടറും എങ്ങനെ ഒരു പാരലൽ സർക്യൂട്ടിൽ നിന്നും വോൾട്ട്മീറ്റർ, അമ്മീറ്റർ ആൻഡ് വാട്ട് മീറ്റർ മെത്തേഡിൽ മെഷർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയാലോ. ഇവിടെ നമുക്ക് ഈ ഒരു പടം കാണാം. നമ്മൾ ഈ പറഞ്ഞ സർക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വാട്ട് മീറ്റർ ആണ്, നടുക്ക് കാണുന്നത് വോൾട്ട്മീറ്റർ ആണ്, അങ്ങേയറ്റം കാണുന്നത് അമ്മീറ്ററുമാണ്. ഓക്കെ, ഈ മീറ്റേഴ്സ് എല്ലാം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ എന്താണ് ആ കാണുന്നത്? 200 വാട്ടിൻ്റെത്, 100 വാട്ടിൻ്റെത്, 60 വാട്ട്സിന്റെ ബൾബൊക്കെ കത്തി നിൽക്കുന്നതാണ്. ഇനി നമുക്ക് അതിന്റെ എങ്ങനെയൊക്കെ ആയിരിക്കും റീഡിങ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതെവിടെ നോക്കിയാൽ വോൾട്ടേജ് ഇവിടെ തന്നെ ഞാനിപ്പോൾ ഈ കാണുന്നത് ഏകദേശം ഒരു 240 മുകളിൽ. വോൾട്ട്മീറ്റർ റീഡിങ് എപ്പോഴും വെർട്ടിക്കലി സ്ട്രൈറ്റ് നിന്ന് എടുക്കാവുന്നതാണ്. എങ്കിലും നമുക്ക് ഇങ്ങനെ ഞാനൊരു ചെറിയ ഇതിൽ ഏകദേശം 240ഓളം വോൾട്ടേജ് ഇവിടെ ഉണ്ട്. അമ്മീറ്റർ അത് ഏകദേശം 1 ആംപിയറിന് അടുപ്പിച്ച് റീഡിങ്, 1 ആംപിയർ അല്ല, ഏകദേശം 1 ആംപിയറിന് അടുപ്പിച്ച് അമ്മീറ്ററും റീഡ് ചെയ്യുന്നുണ്ട്. ഈ വാട്ട് മീറ്റർ ഇവിടെ ഏകദേശം 200 വാട്ടിന് മുകളിലായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു റീഡിങ്. ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും റീഡിങ് കിട്ടുന്നത്. ഇത് കറക്റ്റ് റീഡിങ് എന്നല്ല, നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റീഡിങ് യൂസ് ചെയ്യുന്ന ബൾബിനും ഒക്കെ അനുസരിച്ച് അല്ലെങ്കിൽ അപ്പോഴത്തെ വോൾട്ടേജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടാബുലേഷനിലേക്ക് പോവാം. ടാബുലേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വോൾട്ടേജ് വി, രണ്ടാമത്തത് കറണ്ട് ഐ, അതായത് വോൾട്ട്മീറ്ററിൽ കാണുന്ന റീഡിങ്, അടുത്തത് കറണ്ട് അമ്മീറ്ററിൽ കാണുന്ന റീഡിങ്, അടുത്തത് വാട്ട്സ് അതായത് വാട്ട് മീറ്ററിൽ കാണുന്ന റീഡിങ്, പിന്നെ പവർ എന്ന് പറയുന്നത് ആദ്യത്തെ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. ഇനി അവസാനത്തെ കോളം പവർ ഫാക്ടർ ആണ്, അതായത് കോസ് വൈ അല്ലെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ വാട്ട് മീറ്റർ റീഡിങ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമന്റ് ബോക്സിലൂടെ നേരിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ ഇതിലെ സ്ലൈഡിൽ കാണുന്ന ഫോൺ നമ്പറിലൂടെ വിളിച്ചു ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.